ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ഇതാണ് തലശ്ശേരി മാഹി ബൈപ്പാസ്. 18 കിലോമീറ്ററാണ് ഈ ബൈപ്പാസ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നൊരു ചെറിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു. അപ്പോൾ ദേശീയപാത 66 നിർമ്മിക്കുന്ന സമയത്ത് പറഞ്ഞത് ദേശീയപാതയിൽ എവിടെയും സിഗ്നൽ ഉണ്ടാകില്ല എന്നായിരുന്നു. പക്ഷേ മാഹി ബൈപ്പാസിൽ ഈസ്റ്റ് പള്ളൂർ ഭാഗത്ത് ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സിഗ്നൽ പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് അവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിഗ്നൽ ഇവിടെ ഉള്ളതുകൊണ്ട് കുറേ അപകടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് തന്നെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു ഈ സിഗ്നൽ ഇവിടെ ആവശ്യമില്ല എന്നുള്ളത്. അതിന് പകരമായിട്ട് ഇപ്പോൾ ഒരു അടിപ്പാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ EKK ഇൻഫ്രാസ്ട്രക്ചർ ആണ് ആദ്യം മാഹി ബൈപ്പാസിൻ്റെ പണികൾ പൂർത്തീകരിച്ചത്. പക്ഷേ ഇപ്പോൾ ഈസ്റ്റ് പള്ളൂർ ഭാഗത്ത് വന്ന അണ്ടർപാസിൻ്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. മാഹി ബൈപ്പാസിൻ്റെ എല്ലാ സ്ഥലത്തുമുള്ള പണികൾ പൂർത്തീകരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പല സ്ഥലത്തും അന്ന് തന്നെ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഇവർ തന്നെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ മാഹി ബൈപ്പാസിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ടോൾ പ്ലാസ ഉണ്ട്. അത് താൽക്കാലിക മാത്രമാണ്. കല്യാശ്ശേരി ഭാഗത്തുള്ള ടോൾ പ്ലാസിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ മാഹി ബൈപ്പാസിൻ്റെ മുകൾ ഭാഗത്ത് പിന്നീട് ടോൾ പ്ലാസ ഉണ്ടാകുന്നതല്ല. എന്തായാലും അടിപ്പാതയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഡെക്ക് ഷീറ്റ് ഒക്കെ അടിച്ചിട്ട് അതിന്റെ മുകളിൽ സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റിംഗ് ചെയ്യുന്നതാണ്. അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ഇരുഭാഗങ്ങളിലായിട്ട് ഏകദേശം 500-600 മീറ്ററോളം പഴയ റോഡ് പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റിയിട്ടാണ് മണ്ണിട്ട് ഉയർത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് തലശ്ശേരി മാഹി ബൈപ്പാസിൽ ഈസ്റ്റ് പള്ളൂർ ഭാഗത്ത് വരുന്ന അണ്ടർപാസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. പുതിയ വീഡിയോ വരുന്നവരെ നിങ്ങളുടെ എല്ലാവരും ബൈ.